ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലെ നല്ല മഴയും അതുപോലെ വെയിലുണ്ട് കേട്ടോ. ഇന്ന് മഹതിക്കുട്ടിയെ വിടുന്നില്ല, കാരണം രാത്രി എനിക്ക് നല്ല പനി ആയിരുന്നു. അതുകൊണ്ട് ഇന്നെനിക്ക് അവളെ വിടാൻ പറ്റത്തില്ല. അപ്പോൾ രാവിലെ ഇങ്ങനെ മടിച്ചാണ് രാവിലെ എണീറ്റ് കേട്ടോ. ഇവരുള്ളപ്പം അങ്ങനെ കിടക്കാനും റെസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. രണ്ടുപേരും എന്നെക്കാളും ഫ്രണ്ടി എണീക്കുന്ന ആൾക്കാരാണ്. രാവിലെ ഇതാണ് ഇവിടുത്തെ രാവിലത്തെ അംഗം കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേറ്റ ഒരു ഗ്ലാസ് കാപ്പി ഇങ്ങോട്ട് കുടിക്കും. അവർക്കും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാനും താമസിച്ച് പോയി, കാരണം രാത്രിയിലൊക്കെ നല്ല പനി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓർത്ത് ഇന്ന് അവളെ വിടാനുണ്ടാകാൻ സാധിച്ചില്ല, കാരണം ഉറങ്ങിപ്പോയി. രാവിലെ എഴുതിട്ട് എന്നെ കോക്കുറുത്ത് കിടക്കുന്ന കേട്ടോ. മേതക്കുട്ടിയുടെ മെയിൻ പരിപാടി കേട്ടോ. ഉറക്കത്തിൽ നിന്ന് എഴുതിട്ട് പുതിയൊരു പരിപാടി കേട്ടോ. കുട്ടി സ്വന്തമായിട്ട് തുണിയൊക്കെ മടക്കി വെക്കുക കേട്ടോ. അപ്പോൾ പറഞ്ഞ് അമ്മയെ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ തുണിയെല്ലാം മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. അത്രയും അവൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അടുക്കളയിൽ വന്ന് പാത്രം എല്ലാം ഇറക്കി കൊണ്ടുപോവുക, തന്നെ തുറക്കുക, എടുക്കുക, കൊണ്ടുപോവുക, എന്നിട്ട് താഴെ കൊണ്ടിടും. ഇനി താഴെ പോയി ഞാൻ ഇനി പറക്കണം. എന്തുവാണ് പറഞ്ഞേ? ഐ ലവ് യു എന്നോട് പറഞ്ഞേ. ഹലോ, എന്താ പരിപാടി? മേതക്കോട്ടെ ഐ ലവ് യു പറയുന്നത് ഭയങ്കരമായിട്ട് ഐ ലവ് പറയും കേട്ടോ. അപ്പോൾ ഇന്ന് പഠിച്ച വാക്കാ. മഹതി അവിടുത്തെ ഐ ലവ് യു പറഞ്ഞു. എപ്പോൾ നോക്കിയാലും ഇപ്പം ഐ ലവ് യു പറിച്ചില്ല. ഐ ലവ് യു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ചോറ് കൊണ്ടു കഴിഞ്ഞിട്ടുള്ള കളിയാട്ടോ അവരെ. അപ്പോൾ എനിക്ക് വയ്യാഞ്ഞിട്ട് അവന്മാർക്ക് ഞാൻ കൊടുത്തു. ഇനിയിപ്പോൾ ഞാനും കൂടെ കഴിച്ചാൽ മതി. മേതക്കുട്ടി നല്ല ഉറക്കമാണ്. അപ്പോൾ ഈ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മേതക്കുട്ടി ഉറങ്ങിയ സമയം നോക്കി കുറേയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു കേട്ടോ. ഈ സൈഡൊക്കെ രക്ഷയിലൊന്നും എനിക്കൊന്ന് ക്ലീൻ ചെയ്യാനൊന്നും പറ്റത്തില്ല. നല്ല ചപ്പായിരുന്നു. ഒരുവിധം ഞാൻ തൂത്ത് കയറ്റി. അപ്പോൾ മേതക്കുട്ടി ഉറങ്ങുമ്പോൾ മാത്രമേ ഇതൊക്കെ നടക്കത്തുള്ളൂ, അല്ലേ എൻ്റെ പുറത്തെ പണിയൊക്കെ അങ്ങനെ കിടക്കും. അപ്പോൾ നാളെ ചേച്ചി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി വരുമ്പോൾ നാളെ ഞാൻ ചേച്ചിയും കൂടെ ചെയ്യാൻ ഓർത്തുകൊണ്ടിരിക്കുക ബാക്കി പരിപാടിയൊക്കെ. അപ്പം മഹതി കിടന്ന് ഓടുന്നു, മേതക്കുട്ടി അവിടെ പോയി കുത്തിയിരിക്കുക. എൻ്റെ കൊച്ചു ഞാൻ തൂത്ത സമയം നോക്കി എൻ്റെ അടുത്ത് ചൂല് മേടിച്ച് അമ്മ റെസ്റ്റ് ചെയ്തു, അമ്മയ്ക്ക് വയ്യല്ലേ എന്ന് പറഞ്ഞ് അവൾ തൂക്കുന്ന കേട്ടോ. അവൾ അത്രയെങ്കിലും എനിക്ക് റിപ്ലൈ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ചൂല് തരത്തില്ല മേടിച്ചാൽ, ആർക്കും കൊടുക്കത്തുമില്ല. അവൾ തന്നെ തൂക്കും മൊത്തം. അവളെ തൂക്കുന്ന കാണാൻ വേണ്ടി ഒരാൾ വന്ന് അവിടെ ഇരിപ്പുണ്ടോ. അതെനിക്ക് വന്ന് അതിൻ്റെ ആ കായൊക്കെ പറിച്ച് ഞാൻ വേണ്ടിയിട്ട് വയ്യ വരുന്ന. ഓടി തടല്ലോ കേട്ടോ പുള്ളിക്കാരി തൂക്കുന്നേ. അട്ടയുണ്ടോ അവിടെ? എവിടെ അട്ട? ഭയങ്കര വൃത്തിക്കാരി കേട്ടോ. ഇതെന്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഭയങ്കര തൂക്കച്ചയാണ്.
ചൂല് കൊണ്ടുപോയി ഇട്ടാലും പിന്നെ അവിടെ പോയി എടുത്തുകൊണ്ട് പോകും. എവിടെ ഇട്ടാലും ഇപ്പോൾ എടുത്തുകൊണ്ട് പോകും ചൂല്. ഹതിക്കുട്ടിയും കുളിച്ച് കഴിഞ്ഞു. നല്ല മഴ ഉണ്ടോ? നല്ല മഴ കേട്ടോ. അപ്പോൾ ഇവൾമാർ രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഭാഗം കേട്ടോ. നല്ല കാറ്റുമുണ്ട്. നല്ല കാറ്റാട്ടോ. നല്ല മഴ കേട്ടോ. നല്ല മഴയും നല്ല കാറ്റും. നല്ല വെയിലും എനിക്ക് തന്നെ റെയിൻബോ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നല്ല വെയിലുണ്ട് അവിടെ. വെയിലും അതുപോലെ മഴയുമാണ്. മഴ പെയ്ത് കഴിയുമ്പോൾ മേതക്കുട്ടിക്കും തുടങ്ങി കേട്ടോ കളി. മഹതിയെ ഓടിച്ച് കയറ്റിയിട്ട് അടുത്ത മേതക്കുട്ടിയായി കളി. അപ്പോൾ പിന്നെ ഇറങ്ങി കേട്ടോ. മഴയൊക്കെ മാറിയപ്പോൾ രണ്ടുപേരും കൂടെ പിന്നെ. അപ്പോൾ ഏകദേശം ഒരു 5 മണി കഴിഞ്ഞു കേട്ടോ. 5:05 ആറായി നിന്നു. സമയം നോക്കിയില്ല. അപ്പോൾ ഇനി വിളക്ക് കത്തിക്കണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. മധുക്കുട്ടിക്ക് നാളത്തേക്കുള്ള എല്ലാം ഇന്നും ക്ലാസ്സിൽ പോകത്തുണ്ട്. നാളെ വിടണം. ഇന്ന് എനിക്ക് വൈകുന്നേരം രാവിലെ വിടാത്തപ്പം നാളത്തേക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാൻ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.